ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വെറും 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ ഒന്നും അധികം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉള്ള അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കാം, അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിന് കയ്യിലില്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമേ ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് വറുത്ത് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്ന് അതിൻ്റെ കളറും സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ലൊരു സൗണ്ടൊക്കെ വരും കേട്ടോ നമ്മളിങ്ങനെ ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ടയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മളിപ്പം 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 മുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് പാൽ മതിയാവും, ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാട്ടോ. 2 ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. 2-3 പീസ് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി മൈദക്ക് പകരമായിട്ട്. രണ്ടും ഒരുമിച്ച് ചേർക്കണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്ന് മതിയാവും. അപ്പോൾ ഞാനിപ്പം ചേർക്കുന്നത് മൈദയാണ്. 2 ടീസ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാരക്കൊന്ന് അലിഞ്ഞിട്ടുന്ന ആ ഒരു സമയം വരെ മാത്രം മതിയാവും. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മുട്ടയൊക്കെ കൂടി പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പം അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതങ്ങ് ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ചേർക്കാം, ഈത്തപ്പഴം ചേർക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഇനി ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിനാട്ടോ ഉണ്ടാകാൻ. അപ്പം നമ്മൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് വേറൊരു പാത്രം വെച്ചെടുക്കാം കേട്ടോ. അടി കരിയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് തൊട്ട് നോക്കാം ഇതുപോലെ. അങ്ങനെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു പൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.